ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ ആനുവൽ കൺവെൻഷനിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord's name be glorified during this annual convention as we gather over here. ഈ സഭയുടെയും ഈ ദേശത്തിൻ്റെയും ശുശ്രൂഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ വിൽസൺ എബ്രഹാം എനിക്ക് മുമ്പ് അതിശക്തമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതെന്ന ശക്തമായ ദൂത് കൈമാറിയ ക്രിസ്തുവിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് എബ്രഹാം ഈ യോഗത്തിൻ്റെ ആദ്യ സമയത്ത് അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ബ്ലസൻ ചെറിയാൻ, അസോസിയേറ്റഡ് പാസ്റ്റർമാരായിരിക്കുന്ന പാസ്റ്റർ ബൈജു, പാസ്റ്റർ ജെസി ജോൺ, പാസ്റ്റർ ജോൺ ലി ഫിലിപ്പ്, പാസ്റ്റർ എബിൻ, പാസ്റ്റർ ബിനോയ് എബ്രഹാം, പാസ്റ്റർ പ്രഭാഷ്, എൻ്റെ സഹപ്രവർത്തകൻ പ്രഭാഷ് ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഡോക്ടർ ബ്ലസൻ മേമന, കടന്നു വന്നിരിക്കുന്ന വളരെ ആദരണീയരായ ദൈവമക്കൾ, പ്രിയ സിസ്റ്റർ പ്രിൻസി, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. Pastor would like to take this opportunity to thank Pastor Wilson Abraham, Pastor Binoy Abraham, and all those who are seated in front of us, and all the church members, that God would bless each one of us. ദീർഘമായ ഒരു സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനെ കൂടെ ഇടപെട്ട് കഴിഞ്ഞു. I thank God for the wonderful word of God that Pastor Binoy shared with us that touched our hearts this morning. ഇവിടെ ബിൽസൺ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ 2007 തൻ്റെ ദാസന്മാരെ എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം ഒന്നിലധികം പ്രാവശ്യം അവരുടെ ഭവനത്തിൽ വന്ന് പാർക്കുവാൻ, ബൈബിൾ ക്ലാസ് എടുക്കുവാനൊക്കെ ലഭിച്ച നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Pastor would like to take this opportunity to thank God for God enabled him to meet Pastor Wilson and Pastor Binoy in 2007, and he was able to visit them in their houses. അന്ന് തന്ന ടൈ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. The tie that Pastor Wilson gave him, he still has it with him. തൻ്റെ പിതാവിനെ കണ്ണൂരിൽ ചെന്ന് കാണാനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവകരങ്ങളിൽ അവരെ, പിതാവിനെയും മക്കളെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Pastor would like to take this opportunity to thank God because he was able to meet Pastor Binoy and Pastor Wilson's parents back in Kannur. എനിക്ക് വളരെ വിലപ്പെട്ട പല ശ്രേഷ്ഠന്മാരായ സഹോദരന്മാർ, ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ നാട്ടുകാർ ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം എൻ്റെ പ്രത്യേക വന്ദനം അറിയിക്കുകയാണ്. Pastor shares his greetings to all those whom he has acquaintance with and whom he has met in the past. May God bless you all. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ 2 കൺവെൻഷൻ മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ 10-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞ് 11-ാം തീയതി മടങ്ങിപ്പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വിശേഷാൽ ചോദിക്കുന്നു. Pastor is here only for a couple of meetings and then he is returning back to Kerala, and he requests your prayers for him. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുന്ന ഒരു കൊച്ചു സന്ദേശം പറഞ്ഞ് പകരത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I would like to take the opportunity to share a message that would wake up and enlighten your inner man. ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ ഇപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടിയും നിർത്തിയിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. If you could stop all the chats that you are engaged in right now and pay attention to what ബിനോയ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴും പലരും മൊബൈലിനകത്തായിരുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നീളമുള്ളതുകൊണ്ട് നിങ്ങളെ കാണാൻ എനിക്ക് നീളം കുറവായതുകൊണ്ട് എനിക്കത് കാണാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്പസമയം ദൈവവചനം ശ്രദ്ധിക്കണം. Set aside your mobiles and let us take this time to meditate upon the Lord's word. നിങ്ങളോട് കർത്താവിന് ഹൃദ്യമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടാനുണ്ട്.
God has to speak to each one of us. ആ സമയം നീ ദൈവത്തിൽ നിന്ന് അകന്ന് വേറെ റൂട്ടിൽ പോകാതെ ദൈവത്തിൻ്റെ സന്നിധി തന്നെ ആയിരിക്കാൻ Let not ഓർമ്മിക്കുക. your mind get distracted, but pay attention to the word of God. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയവനാണ്. God is the one who called everything into existence from nothing. കാണാത്ത വസ്തുവായ പരമാണുക്കളെ കൊണ്ട് ഈ അഖിലാണ്ടം മുഴുവൻ ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. Even the invisible atoms are God created, and that God is present in our midst this നിന്റെ morning. ചലനങ്ങളെല്ലാം അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. God observes each and every action that you സഭ do. തുടങ്ങുന്നതിന് മുമ്പ് ദൈവദാസനെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പോൾ സഭ തുടങ്ങിയിട്ട് 16 വർഷമായി. ഞങ്ങളുടെ പരിചയം 17 വർഷമായിട്ടുള്ളതാണ്. Pastor Wilson and Pastor has an acquaintance of 17 years, even before the church started, and even now when the church is running. പക്ഷെ നമ്മൾ ഒന്നുമല്ലാതായിരുന്നപ്പോൾ, വെറും പിണ്ണാകാരമായിരുന്നപ്പോൾ അറിഞ്ഞൊരു ദൈവം ഇവിടെയുണ്ട്. Even when we were nothing, there was a God who saw us when we were just a substance. ഒരു വാക്യം നിങ്ങളുടെ ബലത്തിന് വേണ്ടി വായിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 വാക്യം. Exodus chapter 33. വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. വളരെ ശ്രദ്ധേയമായ വാക്യമാണ് ഇവിടെ വായിച്ചത്. ഇംഗ്ലീഷിൽ കൂടെ വായിച്ച് കേൾപ്പിക്കുന്നു. 33 verse 17. And the Lord said to Moses, I will do the very thing that you have asked, because I am pleased with you and I know you by name. ഞാൻ അല്പം സ്പീഡിൽ പ്രസംഗിക്കുന്ന ആളാണ്. ദൈവദാസന് വേണ്ടി പതുക്കെ ആക്കുകയാണ്. Pastor is making his speech a little bit slower so that I can catch ഞാൻ up. എൻ്റെ പതിവ് ശൈലിയിൽ പോയാൽ അദ്ദേഹം എൻ്റെ കൂടെ വരത്തില്ലെന്ന് എനിക്ക് തുടക്കത്തിൽ മനസ്സിലാകുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനൂടെ പോകാൻ തീരുമാനിച്ചിരിക്കും. Thank you, Pastor. ഓക്കെ, കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച. Amen. Praise God. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. I will do the very thing that you have asked, because I am pleased with you and I know you by name. ഇവിടെ ബിനോയ് പാസ്റ്റർ പ്രസംഗിച്ച് അവസാനിപ്പിച്ചത് ക്രൂശിൽ നിന്ന് ലഭിച്ച കൃപയെ കുറിച്ചാണ്. As Pastor Binoy ended his message about the grace that was received through the cross, കർത്താവ് തന്റെ ദാസനോട് പറയാൻ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. God saying that I have had grace on you. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. God's word is that I have grace upon you. അങ്ങനെ തോന്നാൻ കാരണം ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. It is because God has known you closely. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗ്യാരണ്ടി തരുന്നു. That is why He is giving you a guarantee. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. As you say, I will do. തന്റെ ഭക്തൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം. There's a God who does according to what His anointed says. ഇന്ന് പകൽ നീ എന്ത് പറയുമോ അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. There is a God who does exactly as you say. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. If you believe, raise your hand and praise God. ഇവിടെ ഈ ദൂത് കേൾക്കുന്ന മുഴുവൻ പേരെയും ദൈവം ആ നിലയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. And God desires to use each and every one of us in that manner. കൃപ ലഭിച്ച നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. You who received grace, God is willing to work through you. ഈ 16ാമത് ആനുവൽ കൺവെൻഷനിൽ എന്നെ ഇന്നു മുതൽ എൻ്റെ ദൈവം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം. How many of you believe that God is going to use you on this 16th convention from today? അഭിഷേകമുള്ള നിന്റെ നാവ് കൊണ്ട് എന്ത് പറയുമോ അതങ്ങനെ ദൈവം ചെയ്യാൻ പോകുകയാണ്. What you say through your anointed tongue, God is going to do that exact thing. മോശയെ ദൈവം വിളിച്ചത് പാസ്റ്ററായിട്ടല്ല. God did not call Moses as a pastor, ഒരു റീജന്റെ ചുമതല വഹിക്കുന്നയാളായിട്ടല്ല, not as a leader of a ഒരു region, നേഷന്റെ ചുമതല വഹിക്കുന്നയാളായിട്ടല്ല, not as a leader of a nation, ഒരു സെൻട്രൽ പാസ്റ്ററോ സൂപ്രണ്ടന്റോ ആയിട്ടല്ല. not as a center pastor or a superintendent. മോശയെ വിളിച്ചത് പുറപ്പാട് 7:2. God called Moses in Exodus chapter 7 verse 2. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. 7-ാം അധ്യായം 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതും ആ വാക്യം തന്നെയല്ലേ? ഓക്കെ, ഒന്നുകൂടെ വായിച്ചാട്ടോ. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ,
ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ആ ലോക്കൽ പാസ്റ്റർ ആക്കിയെന്നല്ല, I've not made you a സെൻട്രൽ local പാസ്റ്റർ pastor. ആക്കിയെന്നല്ല, I've not made you a center സൂപ്രണ്ട് pastor. ആക്കിയെന്നല്ല, I've not made you a ഞാൻ superintendent. നിന്നെ ഫറവോന്റെ മുമ്പിൽ ദൈവമാക്കിയിരിക്കുന്നു. I've made you a god like unto Pharaoh. ഹല്ലേലൂയ. അങ്ങനെ ഒരു ലെവലിലേക്ക് ദൈവം തന്റെ പൈതലിനെ ഉയർത്തുമെന്ന് ഈ ദൂത് ഞാൻ പറയും മുമ്പ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? And God is going to lift up God's servant in that manner. ഹല്ലേലൂയ. And how many of you believe it? ഒത്തിരി പരിമിതികളുള്ള ഒരു മനുഷ്യൻ, There's a lot of constraints. ഒത്തിരി ബലഹീനതകൾ ഉണ്ടെന്ന് സ്വയം പറയുന്ന ഒരു മനുഷ്യൻ. There's a lot of weaknesses in him. പക്ഷെ ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഫറവോന്റെ മുമ്പിൽ ദൈവമാക്കാൻ പോകുകയാണ്. And God is telling Moses that I'm going to make you like God unto Pharaoh. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? What is the specialty of God? അവൻ കൽപ്പിക്കുന്നു, അങ്ങനെ സ്ഥാപിതമാകുന്നു. He commands and it happens. അവൻ അരുളി ചെയ്യുന്നു, അങ്ങനെ സംഭവിക്കുന്നു. He says and it comes into existence. ദൈവത്തിന് മാത്രമുള്ള കഴിവാണ് കൽപ്പിക്കുക, കൽപ്പിക്കുന്നത് സ്ഥാപിക്കപ്പെടുക, അരുളി ചെയ്യുക, അതങ്ങനെ സംഭവിക്കുക. ദൈവം പറഞ്ഞ മോശേ, ഞാൻ അങ്ങനെ നിന്നെ ആക്കാൻ പോകുകയാണ്. It is only God who can say and it comes into existence. It is God who only says and it is established. And like that, God is telling Moses that I'm going to make you in such a manner. നിനക്ക് വിക്ക് കാണും, You may have stammering. നിനക്ക് ഒത്തിരി പരിമിതികൾ കാണും. You may have a lot of പക്ഷേ constraints. എന്റെ കൃപ പകരാൻ അതൊന്നും ഒരു തടസ്സമല്ല. But that is not a hindrance for my grace to be revealed in you. നീ എനിക്കായി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. If you are willing to stand for me, I'm willing to work for you. ഇന്ന് പകൽ ചിലരെ ദൈവം വേർതിരിച്ച് ഉപയോഗിക്കാൻ പോകുകയാണ്. This afternoon, God is going to separate some of you and use you. അസാധാരണമായ ചിലത് ദൈവം നിന്റെ പക്കൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. God is going to hand over certain supernatural things to you. നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വിടുതൽ കണ്ടുകൊണ്ടിരിക്കരുത്. Don't see small deliverance. ഒരു ക്യാൻസർ മാറുന്നു, ഒരു ട്യൂമർ മാറുന്നു, ഒരു ലുക്കേമിയ മാറുന്നു, ഒരു വൈറൽ ഫീവർ മാറുന്നു, ഒരു കോവിഡ് മാറുന്നു. അതൊന്നുമല്ല ഇന്ന് ദൈവം നിന്നെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. It is not just cancer, it is not just leukemia, it is not just COVID. God is willing to do even greater things through you. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it? പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം, യോശുവ 10:14. The book of Joshua, chapter 10, verse 14. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് Listen to a man's voice. ദൈവം പ്രവർത്തിച്ചതുപോലെ ഒരു ദിവസം, Like God acted on that particular day. അതിന് മുമ്പോ അതിന് പിൻപോ ഉണ്ടായിട്ടില്ല. And God has never acted before and even after that in that ഈ manner. മനുഷ്യൻ ആരാണ്? Who is this man? വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ. He's a man who is uneducated. അവന്റെ ഗുരു ആരാണ്? Who is his guru? വിദ്യാഭ്യാസം ഉള്ളൊരു മനുഷ്യൻ. He's a man who is educated. അവന്റെ നേതാവ് കഴിച്ച ആഹാരം റോയൽ ഫുഡ്. His leader ate royal food. അവന്റെ നേതാവ് കിടന്ന കട്ടില് റോയൽ കട്ടില്. His leader slept on a royal bed. അവന്റെ നേതാവ് പഠിച്ച സ്കൂള് റോയൽ സ്കൂള്. His leaders studied in a royal school. അവന്റെ നേതാവിന്റെ കൂട്ടുകാരെല്ലാം റോയൽ ഫാമിലി പെട്ടവര്. His friends are all associated with the royal അവന്റെ family. നേതാവ് ധരിച്ച വസ്ത്രമെല്ലാം റോയൽ വസ്ത്രം. His leader wore royal robes. പക്ഷെ അവന്റെ കൂടെ നടന്ന യോശുവ ഒരു അടിമ ചെറുക്കൻ. But Joshua was a slave boy. അടിമ സ്കൂളിൽ പോയോന്ന് എനിക്കറിയത്തില്ല. I don't know if he went to school. അവൻ എന്തെങ്കിലും ജീവിതത്തിൽ നല്ല ഫുഡ് കഴിച്ചോന്ന് I എനിക്കറിയത്തില്ല. don't know if he ever had good food in his life. പക്ഷെ അവൻ ഈ നേതാവ് പർവ്വതത്തിലോട്ട് പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ But when the leader went up to the mountain to pray, പർവ്വതത്തിന്റെ പകുതി വരെ പോയിരിക്കും. he used to go halfway up the mountain. അപ്പം ദൈവം അവനോട് പറയുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. And what God is speaking to Moses, Joshua has പർവ്വതത്തെ heard. കുലുക്കുന്ന ശബ്ദത്തിൽ ദൈവം പറഞ്ഞു, മോശേ, And in the voice that shook the mountains, God said, നീ Moses, പറയുന്നത് പോലെ ഞാൻ ചെയ്യും. as you say, I will do. ഇത് യോശുവ കേട്ടിട്ടുണ്ട്. And Joshua has heard this. ഹല്ലേലൂയ. Hallelujah. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ When Moses യോശുവയോട് ദൈവം പറഞ്ഞു, God told Joshua, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. as I was with Moses, I will also be with you. അവൻ മോശയോട് പറഞ്ഞ ദൂത് കേട്ടു. He heard the message that God spoke to Moses. ദൈവം പറഞ്ഞ വാഗ്ദത്തം കേട്ടു. He heard the promise that God spoke to him. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അവസരം വന്നു. And an opportunity came for it to be put into practice. പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. And there is a huge war happening. മല്ലന്മാരായ ശക്തന്മാരായ
ശക്തന്മാരായ അമാല്യക്കരുമായി പടവെട്ടുകയാണ്. And the mighty Amalekites they are fighting with the Israelites. അവൻ നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. And as Joshua saw, he saw the sun setting. സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ട് പരക്കും. And if the sun sets, it will become dark. അന്ധകാരം പരന്നാൽ അന്ധകാരത്തിന്റെ ശക്തികൾ തേർവാഴ്ച ചെയ്യും. And if darkness falls, then the spirits of darkness will take അപ്പോൾ over. യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. And there is possibility that Israel will lose അവൻ the battle. മുൻപോ പിൻപോ നോക്കിയില്ല. He didn't look forward, he didn't look back. പറയാൻ പോന്ന വാക്കിന്റെ പൊട്ടത്തരമാണെന്ന് ചിന്തിച്ചില്ല. He didn't think that what he's going to say is foolishness. അതിന്റെ ഹീബ്രുവോ ഗ്രീക്കോ ശ്രദ്ധിച്ചില്ല. He didn't look at the Hebrew or the Greek. അവൻ ഒറ്റ വാക്ക് പറഞ്ഞു. He just said one word. സൂര്യ നീ ഗിബയോനിൽ, He said, the sun in ചന്ദ്ര നീ Gibeon, അയ്യലോൻ താഴ്വരയിൽ and it's the moon in Ayurth valley. നിക്കണം. You stay there. സൂര്യന് സംസാരിക്കാമെങ്കിൽ ചോദിച്ചു കാണും. The sun may have asked, can you speak? ഓ യോശുവ, Oh Joshua, ഞാൻ എപ്പം വരെ നിക്കണം? but till when should I stand? ഉത്തരം, The answer, എന്റെ യുദ്ധം ജയിക്കുന്നത് വരെ. Joshua says, till I win my war. ടൈം നിശ്ചയിക്കുന്നത് യുദ്ധം ജയിക്കുന്ന സമയം വരെയാ. Till the time the war is won. അവൻ പറഞ്ഞ സമയം വരെ സൂര്യൻ നിന്നു. Till the time he said the അവൻ sun പറഞ്ഞ stood still. സമയം വരെ ചന്ദ്രൻ നിന്നു. He said to this moon to stay still and it stood എന്ന് still. പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? And what does it mean? സൂര്യനെ ചുറ്റുന്ന സൗരയൂഥം എന്ന ഗാലക്സി നിന്നു. And what does it mean? The whole galaxy ഒരു surrounds the sun top. മനുഷ്യന്റെ വാക്ക് കേട്ട്, At one man's voice, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് at one man's word, യഹോവ പ്രവർത്തിച്ചതുപോലെ the Lord worked. ഒരു ദിവസം അതിന് മുമ്പോ Not a day before, അതിന് പിൻപോ and ഉണ്ടായിട്ടില്ലെങ്കിൽ not a day after. ആ ദൈവത്തിന്റെ കാത പ്രായം കൊണ്ട് മന്ദമായി പോയിട്ടില്ല. And that God's years is not gone deaf. ആ ദൈവത്തിന്റെ കണ്ണ് ഇതുവരെ കാഴ്ചമങ്ങി വെള്ളെടുത്തായിട്ടില്ല. And that God's sight is not gone dim. ആ കൈ കുറുകി പോയിട്ടില്ല. And that hand is not ഈ shortened. 16ാമത് ആനുവൽ കൺവെൻഷനിൽ In the 16th annual നീ convention, പറയുന്നത് പോലെ, as you say, അഭിഷേകമുള്ള നീ പറയുന്നത് പോലെ what you say when you're anointed, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. the God who works according to his വിശ്വസിക്കുന്നവര് anointing. മാത്രം അക്കരമൊന്നടിച്ച് If you believe, clap your hands and praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ആരുന്ന ആ സ്ഥാനത്തെങ്കിൽ If I was in that place, ഞാൻ അവിടെ മുട്ടുകുത്തും, I would have knelt down. രണ്ട് കൈമലർത്തും, I would have spread my hands out. എന്റെ നാടൻ ഭാഷയെ പ്രാർത്ഥിക്കും. I would have prayed in my colloquial വാഗ്ദത്തങ്ങളിൽ language. വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ മഹാദൈവമേ, ഈ വലിയ യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരുന്നേനെ. I would have kept pleading in the traditional prayer that I may ഈ continuously. യുദ്ധം കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞേനെ. I would have said after this war, I would have fasted for 3 more days. ഇതിനൊന്നും സമയമില്ല. There is no time for this. യുദ്ധം മുറുകയാ. The battle is getting സൂര്യൻ tough. അസ്തമിച്ച പരാജയം ഉറപ്പാ. If the sun sets, there അവിടെ is defeat. ആലോചിക്കാൻ നിൽക്കാൻ സമയമില്ല. There is no time to think. അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ There സമയമില്ല. is no time to give an അവിടെ application. കൽപ്പനയാണ്. It's a command ഇന്ന് over there. പകൽക്കാലം അധികാരത്തോടെ കൽപ്പിക്കാൻ നീ തയ്യാറായ, Are you willing to command നീ with authority? കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള If you are willing to command with authority. അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ അതോറിറ്റി ഏറ്റെടുക്കാൻ Hallelujah. Use the anointing, the authority of your anointing. Hallelujah. 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 നദിയെല്ലാം ഒഴുകുന്നത് താഴോട്ട്. All the river flows downstream. നമ്മൾ കണ്ട ഒറ്റ നദി മേലോട്ട് ഒഴുകിയിട്ടില്ല. There's not a stream that flows upstream. The എന്നാൽ river that flows upstream. യോശുവയുടെ കാലത്ത് മേലോട്ട് ഒഴുകിയിട്ടുണ്ട്. In Joshua's time, there is a river that flowed upstream. യോർദാന്റെ മേലൊഴുക്ക് നിന്നാ The Jordan's upstream flow stopped. യോർദാൻ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഉയർന്ന പർവ്വത നിരകളിൽ നിന്നാ. When Jordan flows, it flows from the height of the mountains. അത് പുറകോട്ടൊഴുകിയെന്ന്. It started flowing നിനക്ക് backward. അഭിഷേകമുണ്ടോ? If you are anointed, നിന്നെ വേരോടെ കുത്തി മറിച്ചു കൊണ്ടുവരാൻ വരുന്ന മേലൊഴുക്കുകൾ, the flow that tries to pull you up by your root. തിരിച്ചൊഴുകുന്ന അഭിഷേകം അതിനെ വ്യാപരിക്കുന്നത്. And there is an anointing that flows through you that ഇന്ന് stops that. പകൽ പലതിനെ നീ വാക്കുകൊണ്ട് തിരിച്ചയക്കണം.
With your word, you send things back this നിന്റെ afternoon. കുടുംബത്തെ തകർക്കാൻ വരുന്ന, What comes to destroy your നിന്റെ family? തലമുറയെ ഒഴുക്കിക്കൊണ്ടുപോകാൻ വരുന്ന, What comes to നിന്റെ throw away your അഭിഷേകത്തെ children? ചോർത്താൻ വരുന്ന, What comes to നിന്റെ destroy your anointing? നന്മയ്ക്ക് വിരോധമായി പൊരുതുന്ന What works against you? ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ നീ കൽപ്പിക്കാൻ തയ്യാറായാൽ, Face the spirits of darkness and command ഓ, with വിശ്വസിക്കുന്നവരെ authority. മാത്രമേ ആരാധിക്കാവുള്ളൂ. If you believe, worship the ഇതൊരു Lord. അസാധാരണമായ ദൈവകൃപയുടെ പകലായത്. There's a supernatural anointing this afternoon. Hallelujah. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. You need to read a couple of നമ്മൾ verses. പ്രസംഗിച്ച് കേട്ട് മടുത്തൊരു വാക്യമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17:1. 1 Kings chapter 17 verse 1 is a very familiar verse. എന്നാൽ that we read. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, Listen carefully. ഞാൻ പറഞ്ഞല്ലാതെ, Not until I say. ഈ ആഴ്ചയിലല്ല, Not in a few ഈ weeks. മാസമല്ല, Not in a few months. ഈ വർഷമല്ല, Not this year. ഈ വർഷങ്ങളിൽ, In the coming years. ഈ ആണ്ടുകളിൽ In the next few years. മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. There will neither be dew nor ഒരു rain. സാധാരണ മനുഷ്യൻ A normal man. വാ കൊണ്ട് പറഞ്ഞു, He said with his mouth, 42 മാസം 42 months. മഞ്ഞ പെയ്തില്ല, മഴ പെയ്തില്ല. There was no dew, there was no rain. 42 മാസമായപ്പോൾ After it was 42 months, സർവ്വജനവും നിലവിളിക്കുക. all the people started crying. സകല ജാതികൾക്കും ദൈവം ഉള്ളവനും ഇല്ലാത്തവനും മഴ പെയ്യ്ക്കുന്നത് ദൈവമാണ്. God gives rain to all those who are existent. ആ ദൈവം ഇപ്പോൾ ഏലിയാവിന്റെ പുറകെ നടക്കുക. And that God is after Elijah. ഏലിയാവേ, He's saying, Elijah, നീ പോയി നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക. go and show yourself to Ahab. എന്നിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. And you go and kneel down and pray. എനിക്ക് ജനത്തിന് മഴ പെയ്യിക്കണം. And I need to pour out rain on these people. മഴ പെയ്യിക്കുന്ന ആരാ? Who is going to give the rain? ദൈവം. It's God. മഴ പെയ്യിക്കുന്ന ദൈവം ഏലിയാവിന്റെ പുറകെ നടക്കുക. And the God who gives rain is walking after Elijah. 42 മാസം മുമ്പേ പുള്ളി പൂട്ടി താക്കോലെല്ലാം കിട്ടേക്കുക. 42 months ago, he locked the rain and he kept it in his pocket. മഴയുടെ താക്കോല് ഏലിയാവിന്റെ തുണിത്തുമ്പെ കെട്ടിയിട്ടേക്കുക. The key to rains in the heavens is tied on Elijah's robe. ഏലിയാവ് പറഞ്ഞാലേ ദൈവത്തിന് മഴ പെയ്യിക്കാൻ കഴിയൂ. Only if Elijah says God can shower rain on the land. നിന്റെ അധികാരം നിനക്ക് മനസ്സിലായോ? Did you understand the authority നീ upon you? ചിലത് പറഞ്ഞാൽ What you say, അത് things that you അഴിക്കണമെങ്കിൽ, say, if that has to be നീ untied, ചിലത് കെട്ടിയാൽ if you tie അത് certain things, അഴിക്കണമെങ്കിൽ, if you need to നീ untie that, ഭൂമിയിൽ കെട്ടിയാൽ, if you tie on this earth, സ്വർഗത്തിൽ കെട്ടുന്ന, God will നീ find in ഭൂമിയിൽ heaven. അഴിച്ചാൽ, If you unloose in സ്വർഗത്തിൽ heaven, അഴിക്കുന്ന God will unloose in heaven. ഒരധികാരം നിന്റെ നാവിലുണ്ട്. God has given you authority in your tongue. ദൈവം ഇന്ന് പകൽ പറയുന്നു, God is saying this morning, നീ പറയുന്നത് പോലെ, as you say, നീ പറയുന്നത് പോലെ as you say, ഞാൻ ചെയ്യും. I will do it. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe it? ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസും യോഹന്നാനും ഒന്നിച്ചാ ശുശ്രൂഷിക്കാൻ പോയെ. That is why Peter and John went to minister together. പക്ഷെ ശുശ്രൂഷ സമയത്ത് പത്രോസ് ആ കാര്യം പറഞ്ഞ വളരെ വ്യക്തിപരമായിട്ടാ. So in the middle of the ministry, what Peter said, he said something very വെള്ളിയും personal. പൊന്നും എനിക്കില്ല. He said, silver and gold I have none. യോനാച്ചന്റെ ഉണ്ടോ ഇല്ലുള്ള പുള്ളിയുടെ കാര്യ. I don't know if John has, but I have none. പുള്ളിയുടെ കയ്യിൽ ഇല്ലെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അത് പുള്ളിയുടെ കാര്യ. He was not ready to say if John had or did not have. എനിക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. He said, I do not have. Praise the Lord. Hallelujah. എനിക്കുള്ളത് നിനക്ക് തരുന്നു. What I have, I give you. ഞങ്ങൾക്കുള്ളതെന്നല്ല പറഞ്ഞേ. Not what we have. യോഹന്നാച്ചന്റെ കൃപ വേറെ, എന്റെ കൃപ വേറെ. What John's anointing is different. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നതല്ല. Not what we have. എനിക്കുള്ളത് നിനക്ക് തരികയാ. What I have, I give you. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം നിനക്കുള്ളത് യൂസ് ചെയ്യാൻ തയ്യാറായാൽ, Are you willing to use what God has given you? ഹല്ലേലൂയ. Hallelujah. അത് പറഞ്ഞിട്ട് അവനെ കയ്യെ പിടിച്ചെഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ And he caught his hand and he lifted him up. നരിയാണിടെ കെട്ടഴിഞ്ഞു. And his പിടിച്ചത് കയ്യേൽ.
He held his hand. കൽപ്പിച്ചത് വായിൽ, He spoke with his mouth. അരിഞ്ഞത് നരിയാണി. And what was untied ഇന്ന് was പകൽ his നീ legs. കൽപ്പിക്കുന്നത് പോലെ As you command. അഭിഷേകമുള്ളവന്റെ ആദരം കൊണ്ട് കൽപ്പിച്ചാൽ As you command with an anointed tongue. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്. There is a God who does as you command. വിശ്വസിക്കുന്നവന് മാത്രമേ ആരാധിക്കാവുള്ളൂ. If you believe, worship the ഞാൻ Lord. ഈ ദൂത് Hallelujah. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ As I'm saying this, നിന്റെ കുടുംബത്തിന് ചില കെട്ടുതയോ അഴിച്ചോണ്ടിരിക്കുകയാണ്. God is going to untie certain bonds നിന്റെ in your തലമുറയുടെ family. കെട്ടഴിച്ചോണ്ടിരിക്കുകയാണ്. Certain bonds in your നിനക്ക് descendants. മുന്നേറാൻ കഴിയാതെ ഒതുക്കുന്ന ചില മേഖലകളെ ദൈവമേ പകൽ അഴിക്കുകയാണ്. When you cannot move forward, God is going to untie those hindrances. Hallelujah. ഓ അഭിഷേകമുള്ള ദൈവമക്കൾ അഭിഷേകത്തോടെ നിമിഷം Hallelujah. If you're anointed, worship the Lord. Hallelujah. ഹല്ലേലൂയ. ഉടവരമനക ദുരജാലകരക വൈഡമാന ഭൗഷ സംദരാധരാധര അർത്ഥമനരകധര ഉടേരി ബലപക്ഷ സൈഡരാധരാധര. ഹല്ലേലൂയ. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം The book of Judges, 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. chapter 6 verse 17. അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പര മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. മതി, ഇവിടെ ശ്രദ്ധിക്കണേ. Listen over here. വളരെ ഗൗരവമുള്ളൊരു വാക്യം വായിച്ചേ. There's something very important that I'm going to say. ഇവിടുത്തെയൊക്കെ കൃഷി സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. You know the farmlands over here. നമ്മുടെ നാട്ടിലെ കൂട്ട് പെരയുടെ ചുറ്റും വാഴയും കപ്പയും ചേമ്പൊന്നും വെക്കുന്ന സ്ഥലമല്ല ഇവിടെ. Here you don't find plantations around your house. വീട് ഒരിടത്തും കൃഷി സ്ഥലം വേറൊരിടത്തുമാണ്. You don't plant crops around your house. It's a farmland. അത് യഹൂദനിൽ നിന്നാണ് ഇവരൊക്കെ പഠിച്ചേക്കുന്നത്. And they've learned all this from the Jews. ശരിയായ കൃഷിയുടെ സിസ്റ്റമല്ല ഇവരെ പഠിച്ചത് അവരിൽ നിന്നാണ്. And the British people learned from the Jews. അപ്പോൾ ഈ ഗിദെയോൻ ഇപ്പം നിൽക്കുന്നത് കൊയ്തത് ഗോതമ്പ് കളത്തിന്ന്. He harvested from the wheat അത് fields. ചുമ്മിക്കൊണ്ട് കൊയ്ത്തില്ലാത്ത മുന്തിരി കളത്തി വെച്ചേക്കുക. And he's brought it to the fields where the vineyards are. അവിടുന്ന് വളരെ ദൂരെ എവിടെയോ ആണ് അവന്റെ വീട്. And his house is far away from that place. അവന്റെ വീട്ടിൽ വരെ നടന്നു പോകണം. ഇന്നത്തെ കൂട്ട് കാറോ മറ്റുള്ള മോട്ടോർ ഉപകരണം എല്ലാം നടന്നു പോകണം. He needs to walk to his house. There's no vehicles to transport him അവൻ ഈ there. മുന്തിരിച്ചക്ക് കിടക്കുന്നിടത്തുനിന്ന് നടന്ന് അവന്റെ വീട്ടിൽ ചെന്നു. He has to go from the wine press to his house. ഒരു കോലാട്ടുകൊറ്റനെ ജീവനോടെ പിടിച്ചു അറുത്ത് കൊന്ന് തോലുരിച്ച് കഷണം കഷണമായി ഞുറുക്കി കറി വെച്ച് കഷണം ഒരു പാത്രത്തിലും ചാറ് വേറൊരു പാത്രത്തിലും ആക്കി മാവെടുത്ത് കുഴച്ച് വടയുണ്ടാക്കി വട വേറൊരു കൊട്ടയ്ക്കകത്ത്. He brought a young goat from his house and he killed it. He cooked it. He separated the meat from the broth and he took the flour and he baked breads and he has put it in a basket. ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് ഇറച്ചിയാക്കാൻ എത്ര സമയം വരുമെന്ന് നിങ്ങൾക്കറിയാം. You know how much time it will take to kill a young goat and make it cook the meat. അന്ന് ഗ്യാസിന്റെ സിസ്റ്റം ഇല്ല. There's no gas system that time. അടുപ്പിൽ തീ കത്തിച്ചു വേണം ഇതെല്ലാം ചെയ്യാൻ. You need to burn the fire and do all this. അന്ന് ഫ്രോസൺ ഇല്ല. There's no frozen that time. അന്ന് മൈക്രോവേവ് ഓവൻ ഇല്ല. There's no microwave oven at that time. ചൂടാക്കി കൊടുക്കാനായിട്ട്. There's nothing to warm it up. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണം. All this has to be done naturally. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ നടന്നു വരണം. And then he has to come back after doing all this. ഒരു ഏകദേശം എത്ര മണിക്കൂർ എടുത്താൽ നിങ്ങൾ കൂട്ടിയാൽ മതി. You can calculate how many hours it took. അത്രയും സമയം ദൈവം നിൽക്കുക ഒരു മനുഷ്യന് വേണ്ടി. And that much time God is standing over there for a man. ദൈവത്തിന് വിശപ്പുണ്ടോ? Does God hunger? Hello. നിന്റെ ഇച്ചിരി ഇറച്ചി ഇച്ചിരി ചാറും ഒരു വടയും കൂടി ദൈവത്തിന് വേണോ? Does God need your meat and broth and bread? പറ. നീ കൊടുക്കാൻ തയ്യാറാണ്, ദൈവം നിൽക്കാൻ തയ്യാറാണ്. If you are willing to give, God is willing to wait. Hallelujah. Amen. Hallelujah. Praise the Lord. Amen. Hallelujah. ഇവനോട് പറഞ്ഞില്ല ദൈവം, ഞാൻ നിന്റെ ഈ
കൊയ്ത്തും മെതിയോ കണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ വന്നേക്കുക, നീ വീട്ടിൽ പോയി ഇറച്ചിയും കൊണ്ട് വരാം ഒന്നും പറഞ്ഞില്ല. God didn't say that I am going to bless you. I have seen all your hard work. പക്ഷെ ഈ മനുഷ്യൻ അങ്ങ് പറയുകയാണ്, ഞാൻ വീട്ടിൽ പോയി കൊണ്ടുവരുന്നവരെ നീ ഇവിടെ നിൽക്കണം. But this man is saying that you wait over here till I go and bring from home. കരുവേലകത്തിന് ചുവട്ടിലെ പാറയുടെ മണ്ടയ്ക്ക് ദൈവം ഒരൊറ്റ നിപ്പ്. And God is standing under the oak tree on ഒരു rock. മനുഷ്യന്റെ വാക്കില, Or just at the word of a man. ഒരു മനുഷ്യന്റെ വാക്കിൽ Just at the word of a man. ദൈവം നിൽക്കുക. God is waiting there. ഇവൻ കഷ്ടപ്പെട്ട് വീട്ടിൽ പോയി കോലാടിനെ പിടിച്ച് അറുത്ത് ഇറച്ചിയാക്കി കൊട്ടയ്ക്കകത്ത് ഇറച്ചി കഷണം, പാത്രത്തിൽ ചാറ്, വേറൊരു കൊട്ടയ്ക്കകത്ത് വട എല്ലാം ഉണ്ടാക്കി ചുമ്മിക്കൊണ്ട് വരുന്നതിനെ വരെ ദൈവം നിൽക്കുക. And God is waiting over here for this man till he has done all the processes that he intended to do. അവൻ വന്നപ്പോ പറഞ്ഞു പാറപ്പുറത്തോട് നില വെക്കാൻ പറഞ്ഞു. And God, when he came, God said, put this on the rock. അതെല്ലാം ഒരു ഓർഡറല്ല. ഇറച്ചി വെച്ചു, അതിന്റെ മണ്ടയ്ക്ക് വട വെച്ചു, മണ്ടയ്ക്ക് ചാറൊഴിച്ചു, അത് കഴിഞ്ഞപ്പോൾ വടി കൊണ്ട് തൊട്ടു, അത് തീ കത്തിപ്പോയി. And he put the meat, he put the bread, he poured the broth, and it's touched with the stick, and there was a ദൈവം fire. അവന്റെ കണ്ണിന് മറഞ്ഞു. And God wiped his tears. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ഒരു ചെറിയ കാര്യമാണ് ആ മനുഷ്യൻ പറഞ്ഞേ. God disappeared from him, but he requested a small thing. ചെങ്കൽ രണ്ടാക്കാൻ ആ മനുഷ്യൻ പറഞ്ഞില്ല. He didn't ask to separate the waters. സൂര്യൻ നിൽക്കാൻ ആ മനുഷ്യൻ He പറഞ്ഞില്ല. didn't ask the sun to stay still. എന്റെ ഒരു ലഞ്ച് കഴിച്ചിട്ട് പോണമെന്നേ He പറഞ്ഞുള്ളൂ. just says, stay back and have lunch and go. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് But that word that the man said, ദൈവം കേട്ടനുസരിച്ചെങ്കിൽ if God heard and നീ did accordingly, പറയുന്നത് എന്തും what you say, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. if you believe, worship the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്ന് പോലെ എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? How many of you are ready to say നീ this morning? സാഹചര്യങ്ങളെ നോക്കി പറയല്ലേ. Don't look at your circumstances and say, ഏലിയാവിന്റെ ദാസനായ ഏലിശ, Elijah's disciple Elisha, 2 രാജാക്കന്മാർ 7:1 ഒരു കാര്യം പറഞ്ഞു. in 2 Kings chapter 7 verse 1 onwards, he says, നാളെ ഈ നേരത്ത്, tomorrow this time, അടുത്ത 24 മണിക്കൂറിനകത്ത്, within 24 hours, ഈ ശമരിയയുടെ പടിവാതിക്കൽ at the gates of Samaria, ശേക്കലിന് 1 സെയ ഗോതമ്പ്, ശേക്കലിന് 2 സെയ യവ ഒമ്പിക്കും. you will sell a shekel for 2 seahs and a barley for a shekel. രാജ്യത്തിന്റെ മുഴുവൻ സോഴ്സ് അറിയാവുന്ന അകമ്പടിനായകൻ പറഞ്ഞു, നീ ആകാശത്തിൽ ഒരു കിളിവാതിൽ തുറന്നാലും അത് നടക്കത്തില്ല. And the commander who knew everything about the market, he said nothing is going to happen accordingly. ഈ പറഞ്ഞ അകമ്പടിനായകന്റെ വല്യപ്പൻ ആകാശത്ത് നിന്ന് പൊഴിഞ്ഞ മന്ന തിന്നോന്റെ കൊച്ചുമോനാ ഇത്. And the person who's saying this is the grandchild of somebody who had a manna from heaven. വല്യപ്പന്റെ കാലത്ത് പൊഴിഞ്ഞു വീണ മന്ന തിന്നതിന് കൊച്ചുമോന്റെ കാലത്ത് അവിശ്വാസമൊക്കെ പോയി. What the grandfather experienced in faith, the grandchild cannot experience that in faith. അവൻ കൊട്ടുന്നും പാടുന്നും തുള്ളുന്നും ഒക്കെ ഉണ്ടെങ്കിലും അകത്ത് വിശ്വാസമൊന്നുമില്ല. He may be clapping his hands and dancing, but there is no faith in his heart. അവൻ പറഞ്ഞ കിളിവാതിൽ തുറന്നാലും അത് നടക്കത്തില്ല. He said that even if the windows of heaven open, will not ഒരു happen. കാരണമുണ്ട്. There is a reason for saying that. ഈ അടുത്ത കാലത്ത് ദോഹ എന്ന രാജ്യത്തിന് വിരോധമായി സകല രാജ്യങ്ങളും കൂടെ കൂടി. And recent times, all the people have gathered around these people. ഗൾഫ് കൺട്രീസ് മുഴുവനും കൂടെ തീരുമാനിച്ചു, ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോകാനോ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഇറങ്ങാനോ ഒരു സാധനം അങ്ങോട്ട് പോകാനോ കഴിയും ഉപരോധം ഏർപ്പെടുത്തി. And they enforced a blockade so that even flights and things would not move in between those places. അന്ന് വരെ അവർ പലയിടത്തുനിന്ന് പാലും പാൽപ്പൊടി ഇറക്കി ഇറച്ചി ഇറക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് അവരൊരു കാര്യം പഠിച്ചു. And that day they learned one thing, even though they were trading before that. അവർ ഓസ്ട്രേലിയ നല്ല മുന്തിയ ഇനം പാല് കിട്ടുന്ന പശുക്കളെ 2 കപ്പൽ നിറച്ചിറക്കി. And they brought cows from Australia that would give milk. പല രാജ്യത്തുനിന്ന് പച്ചക്കറി ഉണ്ടാകുന്ന മണ്ണ് കപ്പൽ കണക്കിന് ഇറക്കി. And they brought vegetables and produce from many nations. സ്വന്തമായിട്ട് പാലും ഇറച്ചിയും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ആ മരുഭൂമിയിൽ അവൻ പദ്ധതി കണ്ടെത്തി. And they planned to produce everything in that desert. ചില ഉപരോധമൊക്കെ നമുക്ക് നന്മയ്ക്കാം. Some blockades are good for us. ഇപ്പൊ സമീപ ഗൾഫ് രാജ്യങ്ങൾ പാല് മേടിക്കുന്ന ദോഹയെന്നാ. And the people that are buying അവന്റെ സ്ഥിതി ദൈവം മാറ്റി. and God is changing that situation. എന്റെ വിഷയം അതല്ല. That is not my ഇതുപോലെ ശമരിയയ്ക്ക് ഒരു ഉപരോധം. And like that in Samaria there was a blockade. ഒരിടത്തുനിന്ന് ഒരു സാധനം അകത്ത് വരാനോ അകത്തുനിന്ന് പുറത്തു പോകാനോ കഴിയത്തില്ല. There is nothing that could come in and there's nothing good that could go out. യാന്ത്രികമായ ക്ഷാമമുണ്ടായി. There was a famine inside. ക്ഷാമത്തിന്റെ വലിപ്പം, The greatness of the ഒരു famine. കഴുതയുടെ തല മേടിക്കണമെങ്കിൽ
80 വെള്ളിക്കാശ്. You need to give 80 shekels for a donkey's head. നമ്മളാരും കടയിൽ പോയി വെച്ച പോത്തിന്റെയും കാളയുടെയും തല മേടിച്ചോണ്ട് വരാറില്ല. We don't go and buy the head of an ox or a bull. തല മേടിച്ചാലും തലയ്ക്കകത്ത് 10 കിലോ തലയ്ക്കകത്ത് 1 കിലോ ഇറച്ചി കാണുന്നതിലോ 9 കിലോ അസ്ഥിയായിരിക്കും. And we just get probably 1 kilo of meat. The rest everything is bones. അതുകൊണ്ട് വിവരമുള്ള പോയി തലയും മേടിച്ചോണ്ട് വരത്തില്ല. So people, those who have wisdom, പക്ഷേ will not go and buy ശമരിയിലെ the head. ക്ഷാമം But the famine in തല Samaria, പോലും 80 വെള്ളിക്കാശ് വിലയുള്ള കാലം. it was 80 silver ഇനി coins. 80 വെള്ളിക്കാശിന്റെ വില എന്നറിയാമോ? What is the price of 80 silver coins? നല്ല ഒരു യോസഫിനെ മേടിക്കാൻ 20 വെള്ളിക്കാശ് മതി. And if you needed to buy Joseph, you just have to pay 20 നമ്മുടെ silver coins. രക്ഷകനായ യേശുവിനെ മേടിക്കാൻ 30 വെള്ളിക്കാശ് മതി. For Jesus, you only need to spend 30 silver രണ്ടുപേരുടെ coins. കാശ് കൂട്ടിയാലും 50 ആകുന്നുള്ളൂ. And if you add those, it will be only 50. ഒരു കരുതലിനെ മേടിക്കാൻ 2 പ്രാവശ്യം യേശുവിനെ വിറ്റ് 1 പ്രാവശ്യം യോസഫിനെ വിറ്റാലും ഒക്കത്തില്ല. If you have to buy a donkey's head, you have to, even if you sell them twice, you will not get it. അത്രയും വിലയാ. And they have that much. യേശുവിനെ വിറ്റ പൈസക്ക് അക്കൽദാമ മേടിച്ചേക്കുന്നത്. And the price that they sold Jesus for, they bought Alkandam. 6 ഏക്കർ സ്ഥലം അക്കൽദാമ. Akaldam is 6.5 or 7 acres. പരദേശിയുടെ ശവം അടക്കാനുള്ള സ്ഥലമാണ്. It is a place to bury അത് foreigners. യേശുവിനെ യൂദ വിറ്റ പൈസക്ക് മേടിച്ച. And that is the price that അപ്പൊ was bought 80 with കാശിന് Jesus. എത്ര ഏക്കർ സ്ഥലം മേടിക്കാമെന്ന് ഓർത്തോണം. 80 വെള്ളിക്കാശിന് എത്ര ഏക്കർ So മേടിക്കാമെന്ന് ഓർത്തോണം. how many acres can you buy with 80 silver coins? പക്ഷെ അത് കൊടുത്താൽ ഒരു തല കിട്ടത്തില്ല. But if you pay that, you will still not get a head. കാക്കപ്പ് പ്രാകാഷ്ടത്തിന് 5 വെള്ളിക്കാശ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്ഷാമം. So there is a famine this great. അപ്പൊ 2 അമ്മമാർ തീരുമാനിച്ചു എന്റെ കൊച്ചിനെ ഇന്ന് കുഴിമന്തിയാക്കുക. And so he decided to make it a kurimandi. നിന്റെ കൊച്ചിനെ നാളെ KFC ആക്കാം. And I'll make your child a KFC വല്ലതും tomorrow. മനസ്സിലാകുന്നുണ്ടോ? Are you understanding it? അമ്മമാര് കൂടി ആ ദിവസം ഒരു കൊച്ചിനെ കുഴിമന്തിയാക്കി. And the mothers got together and made a cook the child. ക്ഷാമത്തിന്റെ വലിപ്പം പറയുക. You're talking about the greatness of the famine. എന്നേരമാണ് അഭിഷക്തൻ പറഞ്ഞത് നാളെ നടക്കുമെന്ന്. And the anointed said that it will happen tomorrow. ഇത്രയും വലിയ ക്ഷാമമുള്ളപ്പോൾ Even when there's a great അഭിഷേകമുള്ള famine like പറയാണ് നാളെ വിടുതലാണ് The anointed is saying that there will be deliverance tomorrow. എന്ന് പറഞ്ഞാൽ If you say that, ഒരു ശതമാനം പോലും സാധ്യതയില്ലാതിരിക്കുമ്പോൾ even then there's not even 1% of possibility. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ലോകം മുഴുവൻ അസാധ്യമെന്ന് പറയുമ്പോൾ Even if the world says that it is all impossible, അഭിഷേകം പറയുന്നു, the anointed will say, അധികാരം പറയുന്നു, the authority will say, ദൈവമുള്ളവൻ പറയുന്നു, one who has God will say, അത് അടുത്ത 24 മണിക്കൂർ നടക്കുമെന്ന്. in the next 24 hours it will happen. വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവൂ. If you believe, then worship the Lord. ഓ, നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who does as you say. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand? ഡോക്ടർ പറഞ്ഞു 4th സ്റ്റേജാണ്. The doctor said it is the 4th stage. നിന്റെ സ്റ്റേജ് നിശ്ചയിക്കാൻ ഡോക്ടർ ആരാ? Who is the doctor to determine your stage? നീ ഇപ്പൊ ഏത് സ്റ്റേജിലാ? At what stage are you now? ഹലോ, Do you hear me? ഒരു സ്റ്റേജും ഇല്ലാത്തവൻ ആശുപത്രി ചെന്നപ്പം 4th സ്റ്റേജായി. The one who did not have any stage, he went to the hospital and got the 4th stage. അങ്ങോട്ട് ഇച്ചിരി പ്രതീക്ഷയെ പോയതാ. He went there with little hope. ഇങ്ങോട്ട് 4ാമത്തെ സ്റ്റേജ് കേട്ടൊരു പരുവത്തിലാ വരുന്നത്. And when he's returning at the 4th stage. മനസ്സിലാകുന്നുണ്ടോ? Are you understanding? പക്ഷെ നീ അതെ നോക്കി പറയണം. But you should look at that and ഇല്ലടാ say, പിശാചേ, no, Satan. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who does just as I say. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പോലെ ഏതെങ്കിലും മനുഷ്യന്റെ വാക്ക് കേട്ട് നിന്റെ പ്രത്യാശ പോകരുത്. Don't listen to the words of men and lose hope. നിന്റെ ദൈവകൃപ പോകരുത്. Don't let your anointing be നീ lost. അതിനെതിരെ പറയണം. You need to speak against ഞാൻ that. സേവിച്ചു നിൽക്കുന്ന ദൈവം പറയുന്നു, There is a God whom I serve who says, ഞാൻ ആരാധിക്കുന്ന ദൈവം പറയുന്നു. there is a God whom I worship who says, ഇന്ന് പകൽ വിശ്വസിച്ച് പറയാൻ കരുത്തുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for those who have the confidence to say in faith. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ വിചാരിക്കുന്നു ഈ കർത്താവ് പടകിനകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് You think- ഞാൻ കിടന്ന് അലറുന്നത് പോലെ വല്ലതും പറഞ്ഞത് ചിന്തിക്കുന്നു? Do you think that God would stand up on a boat and just scream like as we are screaming? ഞാൻ 5000 വാട്ട്സിന്റെ മൈക്ക് ഉണ്ടായിട്ട് എന്റെ ശബ്ദത്തോട് എടുത്ത് പറയുവാ. Even if I have 5,000 watts mic, I'm speaking at the top of my voice. യേശു എഴുന്നേറ്റ് ശാന്തമായിട്ട് പറഞ്ഞു കാണും, Jesus stood and he would have probably said it very calmly. കാറ്റേ അടങ്ങ, He said, wind be still, കടലേ ശാന്തമാക. the seas be calm. ആട്ടുകയും തുപ്പുകയും ഒന്നും ചെയ്തില്ല.
He didn't spit or he didn't do anything else. ഒരു വിഷയം ഉണ്ടാക്കിയില്ല. There was no theatrics. ഹലോ, Hello. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ When I'm preaching, ശുണ്ഠി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ചെവിയിൽ the children who are naughty, കുഞ്ഞു അനങ്ങാതിരിക്കും. പാസ്റ്റർ പ്രസംഗിക്കാതെ പതുക്കെ പറയുമ്പോൾ അവരിക്കുന്നില്ലേ? and if you tell them calmly in their ears, be quiet, let pastor preach. നമ്മുടെ പാസ്റ്റർ പ്രസംഗിക്കുക, മൊമെന്റായിരിക്കും, ചെവി പറയുമ്പോൾ കൊച്ചിരിക്കുന്നില്ലേ? Pastor is preaching, you keep quiet, don't child be ആ still. ശബ്ദമേ എടുത്ത് കാണുന്നുള്ളൂ, കാറ്റിനോട് പറയാൻ. And Jesus is using that voice, man, Hello. and he's speaking to the wind. മനസ്സിലാകുന്നുണ്ടോ? Do you understand? ഹല്ലേലൂയ. Hallelujah. ഈ പടകിലുള്ള 12 പേര് കേട്ട് കാണും. The people who are in the boat, the 12 would have അവർ heard it. ഞെട്ടി ചോദിക്കണം, ഇവൻ ആരാ? And they are astonished and asking, who is നിന്റെ this man? അധികാരം യൂസ് ചെയ്യുമ്പോഴാണ് When you use your നീ anointing, ആരാന്ന് ലോകം അറിയുന്നേ. when you use your authority, people will know. ആഭരണം ഊരിയപ്പോഴല്ല അറിയുന്നേ, Not when you scream, മീശ വടിച്ചപ്പോഴല്ല അറിയുന്നേ, not when you shake, വെള്ള ഇട്ടപ്പോഴല്ല അറിയുന്നേ. not when you wear white and white. ഹലോ, Hallelujah. Praise the Lord. Praise the Lord. നീ ആരാന്നറിയുന്നത്, Who are you? നീ How will they ദൈവ know? പൈതലാന്നറിയുന്നത്, That they will know that you are a നീ child of God. ദൈവത്തിന്റെ മക്കളാന്നറിയുന്നത്. They will know that you are the children നീ of God. കൽപ്പിച്ചു തുടങ്ങുമ്പോൾ When you command. ഇന്ന് വരെ എത്ര പേര് തയ്യാറുണ്ട് കൽപ്പിക്കാൻ? This afternoon, how many of you are ready to command? ഹല്ലേലൂയ. Hallelujah. ഈ 16ാമത് ആനുവൽ കൺവെൻഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ When you return after this, the 16th convention, ഈ അനുഗ്രഹിക്കപ്പെട്ട വിക്ടറി വർഷിപ്പ് സെന്ററിൽ കുറെ ശക്തന്മാരെയും ശക്തമാരെയും ദൈവത്തിന് വേണം. God is going to raise up mighty people from Victory Worship Center. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. 600 ഇരുമ്പിരതവുമായി വരുന്നവന്റെ നെറ്റിക്ക് കൂടാരക്കുറ്റി അടിച്ചടക്കാൻ കഴിവുള്ള ചില ദൈവമക്കളെ ദൈവത്തിന് വേണം. The person who is riding 600 iron chariots, God is going to give you the anointing to be able to hammer a peg into the head. നിന്റെ തലമുറയെ വെല്ലുവിളിക്കുന്ന, Your descendants നിന്റെ that have been കുടുംബത്തിന്റെ challenged, ഭാവിയെ വെല്ലുവിളിക്കുന്ന, the challenges that are coming to നിന്റെ your family, ശാരീരിക അവസ്ഥകളെ വെല്ലുവിളിക്കുന്ന, the challenges that you're facing in നിന്റെ your body, അഭിഷേകത്തെ വെല്ലുവിളിക്കുന്ന, the challenges that you face in നിന്റെ your ആത്മീക anointing, മുന്നേറ്റത്തെ വെല്ലുവിളിക്കുന്ന challenges that you're facing in പൈശാചിക your ശക്തിക്കെതിരെ all the demonic powers, അധികാരത്തോടെ കൽപ്പിക്കാൻ command with the anointing. ഇന്ന് മുതൽ Hallelujah. പ്രാപിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. Thank God for all the blessings that He's given us. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. നീ ആരാ? Who are you? നീ ദൈവത്തിന്റെ മകനാ, You are the child of God. ദൈവത്തിന്റെ മകളാ. You are the daughter of God. ദൈവത്തിന് എന്തെല്ലാം അതോറിറ്റി ഉണ്ടോ What all authority God has. അതെല്ലാം ഒരു മകൻ ഉപയോഗിക്കാം, And God has given that to you. അതെല്ലാം ഒരു മകൾക്ക് ഉപയോഗിക്കാം. And all the daughter can use that. ഈ വാക്കിനൊന്നും വലിയ വിലയില്ലാത്ത ആളായിരുന്നു നമ്മുടെ പത്രോസ്. Peter's words did not carry much weight. പുള്ളി ചാടിക്കേറി പറയും, ഞാന് മരിക്കേണ്ടി വന്നാലും നിന്റെ കൂടെ ഉണ്ട്, ഇവന്മാരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നാലും സമയത്ത് പുള്ളി കാണത്തില്ല. So Peter said that even I will die with you, I will jump with you, many things he said, but when the time came, he didn't do it. റാന്നിക്കാരുടെ ഭാഷയിൽ 5 കാശിന് വിലയില്ലാത്ത വാക്കായിരുന്നു. According to how people in Rani say that it's not even worth 5 pennies. പക്ഷെ അവന്റെ നിഴലിന് പോലും ദൈവം വില ഉണ്ടാക്കി. But God made his shadow even more powerful. വാക്കിന് വിലയില്ലാത്തോന്റെ നിഴലിന് ദൈവം വിലയുണ്ടാക്കി. Whose word did not have weight, his shadow had weight. എപ്പോഴാണെന്നറിയാമോ? When did it happen? എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയാൻ തുടങ്ങിയത് മുതൽ. From the moment he said, what I have, I give it to you. ഹല്ലേലൂയ. ഇന്ന് Hallelujah. നീ ഒന്ന് പറഞ്ഞേ, This afternoon you say, ദൈവം അങ്ങനെ ചെയ്യും. God will do likewise. 5 വയസ്സായിട്ട് മിണ്ടാത്ത കൊച്ചിനെ നോക്കിയിട്ട് എന്റെ കൊച്ചു മിണ്ടത്തില്ലേ, എന്റെ കൊച്ചു കൊത്തയാണ്, എന്റെ കൊച്ച് വിക്കനാന്ന് പറഞ്ഞിരിക്കാതെ നീ പറ, വാ തുറക്കാൻ പറ. Your 5-year-old child who does not open your mouth, don't say that he will not talk, ചെവി കേൾക്കട്ടെന്ന് പറ, his ears will not hear. സംസാരിക്കട്ടെന്ന് പറ. You say that നീ he will hear. പറയുന്നത് പോലെ ദൈവം ചെയ്യും. As you say, God will do it. ഇന്ന് പകൽ അധികാരം നീ പ്രാപിച്ചാൽ, If you receive authority, അഭിഷേകത്തിന്റെ ശക്തി നീ ഉപയോഗിക്കാൻ as you use തുടങ്ങിയാൽ, the power of your anointing, നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. as you do that, God will, as you say, God will do it. Hallelujah. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. I'm going to say one word and end over here. 1979 In 1979, കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 മാസമായിട്ട് രക്തം തന്നെ ഛർദ്ദിച്ച് ഞാൻ കിടക്കുകയാണ്. Pastor was in Kottayam Medical College and he was vomiting blood. ദീർഘനാളുകളായി ഞാൻ കോമയിലാണ്.
And for for much time he was in 4 coma. കുപ്പി വിഷമകത്ത് ചെന്നതിന്റെ പേരിലുള്ള ശരീരം മുഴുവൻ വിഷം വ്യാപിച്ച് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ വയ്യാതെ കിടക്കുകയാണ്. This was after consuming 4 bottles of poison, and there was nothing that could be done. വളരെ ക്രിട്ടിക്കലായ ഒരു ടൈം. In a very critical situation. എൻ്റെ അമ്മച്ചി മാത്രമേ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ അന്നുള്ളൂ. His mother was only there at the entrance of the hospital. ഈ ഡോക്ടർമാരിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഒരു നേഴ്സ് വന്ന് പറഞ്ഞു, ഈ കിടക്കുന്ന ആളിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഡോക്ടർ വിളിക്കുന്നെന്ന് പറഞ്ഞു. And the nurse came and said that the doctor is calling the close relative of this person. ഉടനെ വലിയ പ്രതീക്ഷയോടെ എൻ്റെ അമ്മ കയറിച്ചു. And pastor's mother went in with a lot of hope. ഉടനെ എൻ്റെ അമ്മയോട് ഡോക്ടർ ചോദിച്ചു, ആണുങ്ങളായിട്ട് ആരും കൂടെ വന്നിട്ടില്ലേ? And the doctor asked, aren't there any men in the അമ്മ family? പറഞ്ഞു, അവരെല്ലാം കുറെ ദിവസങ്ങളായില്ലേ, എല്ലാവരും വീടുകളിലോട്ടൊക്കെ പോയി, ഞാൻ തന്നെ ഉള്ളു, എനിക്ക് ഇട്ടിട്ട് പോകാൻ ഒക്കത്തില്ലല്ലോ. Pastor's mother said that they were here for many days, but then they had to return home, but I could not return home. ഉടനെ പറഞ്ഞു, അമ്മച്ചി വിഷമിക്കരുത്. He said, mother, don't be worried. ഞാൻ വിളിപ്പിച്ചത് Why I called you is അറിയിക്കാനുള്ളവരൊക്കെ ഒന്ന് അറിയിച്ചോളാൻ പറയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. just inform people whom you would like to inform. എൻ്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, പഴയ 8ാം ക്ലാസ്സേ ഉള്ളൂ. Pastor's mother is not that well educated. ഇന്നത്തെ BSc പറ്റും. And for that time, BSc it was possible. പഴയ 8ാം ക്ലാസ്സാ. It is the old age standard. ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി 8ാം ക്ലാസ് പഠിച്ച. And my pastor's mother worked as high school teacher അന്ന് after കൃപയാൽ passing in. ബെന്തിക്കോസിലല്ല, And they were not in Pentecost. CSIയിലാ. And that was in CSI. CSIയിൽ ആടുന്നേലും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. And even in CSI, pastor's mother used to pray. നമ്മൾ ബെന്തിക്കോസിലായിട്ടും പലരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. And even when those Pentecostals don't pray. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. Don't raise your hand, keep praying. പക്ഷെ അമ്മ CSIയിലായിരുന്നേലും പ്രാർത്ഥിക്കുമായിരുന്നു. But pastor's mother was in CSI, but still she used to ഭയങ്കര pray. വിശ്വാസമായിരുന്നു. She had great faith. എൻ്റെ അമ്മച്ചി ഒരു ഭ്രാന്തിയെ പോലെ അങ്ങായി. Pastor's mother became അമ്മച്ചി mentally പറഞ്ഞു, disturbed. ഡോക്ടറെ, എൻ്റെ കൊച്ചന്റെ കണ്ണ് ഞാൻ തിരുമ്മി അടയ്ക്കുമെന്നല്ലേ എന്നോട് ഇപ്പൊ പറഞ്ഞേ? She said, doctor, are you trying to say that I will rub my son's eyes shut? ഒരവഞ്ഞോട് എൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല ഡോക്ടറെ. And pastor's mother replied, it is not going to happen. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി, ഇത്രയും ദിവസം നിന്ന് സംഗതി വഷളായതാന്ന് മനസ്സിലായി. And the doctor guessed probably something is mentally gone wrong with പക്ഷെ mother. അമ്മ അവിടെ നിർത്തിയില്ല. But mother did not stop അമ്മ there. പറഞ്ഞു, Mother അവൻ said, എന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. he will rub my eyes. ഞാൻ അറിയിക്കാനുള്ളോനെ I will report അറിയിച്ച to those. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. I reported to the one whom I need to report, and I brought him here. അറിയിക്കാനുള്ളോനെ അറിയിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നേ. I have reported to the one whom I need to report, and I have brought him here. ഈ ഡോക്ടർ പറഞ്ഞത് നടന്നില്ല. What the doctor said did not happen. ഇത് 79 കാര്യ. This is in 1979. 96 എന്റെ അമ്മയുടെ കണ്ണ് ഞാനാ തിരുമ്മി അടച്ചേ. In 1996, Pastor. 2024 ഞാൻ ജീവിച്ചിരിക്കുക. And in 2024, Pastor is still ആ alive. ഡോക്ടർ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. Pastor does not know even if the doctor is നിന്റെ there. കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കുന്നത് നീയാ. You decide the future of your children. നിന്റെ തലമുറയുടെ ആയുസ് തീരുമാനിക്കുന്ന നീയാ. You determine the length of your children's years. ഇവിടുത്തെ വൈദ്യശാസ്ത്രമല്ല, Not the medical science over ഇവിടുത്തെ here. ഏതെങ്കിലും സാഹചര്യമല്ല. Not the circumstances ഇന്ന് over മുതൽ here. അഭിഷേകോളം നീ തീരുമാനിക്കണം. You who are anointed, you should decide. എന്താ പാസ്റ്റർ ഗ്യാരണ്ടി? What is the guarantee? ദൈവം പറഞ്ഞു, God said, എനിക്ക് നിന്നോട് കൃപ തോന്നി. I have grace on you. എനിക്ക് നിന്നോട് കൃപ തോന്നി. I have had grace on ഞാൻ you. നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. I have known you very closely. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. I will do just as you say. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച്. Those who believe, clap Oh, your hands. hallelujah. Hallelujah. ചുടരബബബബ. അർത്ഥരാധര വൈഡരമന. രണ്ട് കരം ഒരുമിച്ച് അടിച്ചു ചേർന്ന് അല്പ നിമിഷങ്ങൾ. Clap your hands. And worship the Lord. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ എന്റെ ഉള്ളത്തിൽ നിയോഗമുണ്ട്. Pastor is feeling led to pray for each one of us over here. ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേൽക്കാം. May we all rise to our feet. സഹോദര സഹോദരി, Brother and sister, യൗവനക്കാരി, young people, വിലപ്പെട്ട അഭിഷിക്തന്മാരെ, anointed men of God, നിങ്ങളുടെ വിഷയം എന്തു തന്നെയാകട്ടെ, whatever your situation may be, കഴിഞ്ഞ 40 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ
past 40 years of എന്റെ faith ദൈവം life, എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. the Lord has taught me one thing. നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who does just as you say. ഇന്ന് പകലും അവൻ അത് ചെയ്യാൻ തയ്യാറാണ്. This afternoon he is willing to do the ഈ same thing. 16ാമത് ആനുവൽ കൺവെൻഷൻ കഴിയുമ്പോൾ The 16th annual convention in നീ conclusion, ദൈവത്തിന്റെ നാവായി മാറണം. you should become the tongue of നീ God. ദൈവത്തിന്റെ കരമായി മാറണം. You should become the hand of God. നീ വിരൽ ചൂണ്ടിയാൽ If you point your finger, ചിലതൊക്കെ നിശ്ചലമാകാൻ പോകുകയാ. things should cease. നീ കൽപ്പിച്ചാൽ If you command, അങ്ങനെ സംഭവിക്കാൻ പോകുകയാ. it's going to happen like that. വിശ്വസിക്കുന്നവര് മാത്രം ഒരു നിമിഷം ആ കരമൊന്ന് ചേർത്തടിച്ച് അന്യഭാഷയിൽ അഭിഷേകത്തോടെ Worship the Lord and speaking. ചൂടാരാബാല ദാരാദാരാദാര വൈഡാരാബാബാബാബാ. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. ഒരു നിമിഷം ഇന്ന് പകൽ ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. This afternoon, I believe in this God. മോശയുടെ ദൈവം, The God of Moses, യോശുവയുടെ ദൈവം, the God of Joshua, ഗിദെയോന്റെ ദൈവം, Gideon's God, ഏലിയാവിന്റെ ദൈവം, Elijah's God, ഏലിശയുടെ ദൈവം Elisha's God എന്റെ ദൈവമാണ്. is my God. എനിക്ക് വേണ്ടി For me, ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന the one who ഒരു does as I ദൈവത്തെയാണ് say, ഞാൻ സേവിക്കുന്നത്. I serve such a God. ഉറപ്പോടെ വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. If you believe that, raise both your ആ കരങ്ങൾ hands. ദൈവം ഒന്ന് കണ്ടോട്ടെ. Let God see those hands. നിന്നെ ഒരു അസാധാരണ മനുഷ്യനാക്കി ദൈവം മാറ്റാൻ God is പോകുകയാണ്. going to make you an supernatural person. ഹല്ലേലൂയ. Hallelujah. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ As you pray over here, നീ വിട്ടിട്ട് പോന്ന നാട്ടിലെ വീട്ടിൽ the house that you left in Kerala, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. God is going to work some miracles. നിന്റെ തലമുറയിൽ ദൈവം അത്ഭുതം ചെയ്യാൻ God പോകുകയാണ്. is going to work miracles in your children. ഓ വിശ്വാസത്തോടെ, Hallelujah. വിശ്വാസത്തോടെ. With faith. Declare with faith. Hallelujah. യേശുവിന്റെ നാമത്തിൽ The name of Jesus. Hallelujah. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നിന്റെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പരമാർത്ഥതയോടെ അങ്ങേ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച നിന്റെ മക്കളെ അസാധാരണ മക്കളാക്കി മാറ്റണമേ. പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നവൻ ഇവിടെയും വന്നോ എന്ന് ചോദിച്ചതുപോലെ ഈ പട്ടണത്തെ, പാർക്കുന്ന ദേശത്തെ ദൈവത്തിനായി നേടുവാൻ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫെലിസ്ത്യ പോരുകളെ തകർത്തവനെ പോലെ ഒരധികാരത്തിന്റെ അഭിഷേകം ഈ ജനത്തിന്റെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.